വെസ്റ്റ് ഇൻഡീസ് വനിതകൾക്കെതിരായ ഒന്നാം ട്വൻ്റി-ട്വൻ്റിയിൽ 49 റൺസിന്റെ വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം വനിതകൾ. മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ മലയാളി താരം മിന്നു മണിക്ക് ഇടമുണ്ടായിരുന്നില്ല. എന്നാൽ മത്സരഫലത്തെ സ്വാധീനിച്ച 2 നിർണായക ക്യാച്ചുകളാണ് സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലേക്കിറങ്ങിയ മിന്നു മണി കൈപ്പിടിയിലൊതുക്കിയത്. വിൻഡീസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ഹെയ്ലി മാത്യൂസിനെ പുറത്താക്കിയ ഇന്ത്യൻ സ്പിന്നറുടെ സൂപ്പർ ക്യാച്ച് എല്ലാ അളവുകോൽ വെച്ചും പരിശോധിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. മനോഹരമായ റണ്ണിംഗ് ക്യാച്ചായിരുന്നു അത്, അതോടൊപ്പം ഡൈവിംഗ് ക്യാച്ചും. എന്നാൽ അതൊന്നുമല്ല ക്യാച്ചിന്റെ പ്രധാന സവിശേഷത. ഉയർന്നു പൊങ്ങിയ പന്തിനു പിന്നാലെ ഓടിയാണ് കൈപ്പിടിയിലൊതുക്കിയത്. ദിശ മനസ്സിലാക്കി അതിവേഗത്തിൽ ഓടുമ്പോഴും പന്തിൽ നിന്ന് ഒരിക്കലും കണ്ണു തെറ്റിക്കാതെയുള്ള മിന്നു മണിയുടെ മൂവ്മെന്റ് അതിശയകരമായിരുന്നു. ഓട്ടത്തിനൊടുവിൽ ശ്രമകരമായ മുഴുനീള ഡൈവ് ചെയ്താണ് മിന്നുമണി ക്യാച്ച് പൂർത്തിയാക്കിയത്. മികച്ച അത്ലറ്റിക് ക്യാച്ചായി ഇത് അടയാളപ്പെടുകയും ചെയ്തു. മിന്നുമണി മാജിക് എന്ന അടിക്കുറിപ്പോടെ ക്യാച്ചിന്റെ വീഡിയോ BCCI ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. മിന്നുമണിയുടെ പ്രതികരണവും ഹെഡ് കോച്ച് അമോൽ മജുംദാർ, ഫീൽഡിംഗ് കോച്ച് മുനിഷി ബാലി, സഹതാരം രാധ യാദവ് എന്നിവരുടെ പ്രതികരണങ്ങളും ഇതോടൊപ്പം നൽകി. ആൺകുട്ടികൾക്കൊപ്പം നാട്ടിൻ പുറത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫീൽഡ് ചെയ്യാനാണ് മിക്കപ്പോഴും നിയോഗിക്കപ്പെട്ടിരുന്നതെന്ന് മിന്നു മണി പറയുന്നു. ആ പരിശീലനമാണ് അത്ലറ്റിക് ക്യാച്ചിന് സഹായകമായത്. ബാറ്റിംഗ്, ബൗളിംഗ് എന്നിവയേക്കാൾ ഫീൽഡിംഗ് ആണ് കൂടുതൽ ആസ്വദിക്കുന്നതെന്നും മിന്നു മണി കൂട്ടിച്ചേർത്തു.